അടുത്തതായിട്ട് നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത് പ്രേക്ഷകരെ കുറിച്ചാണ് ചിലതെങ്കിലും സൂചിപ്പിച്ചപ്പോൾ. അതിനു മുൻപ് ഇന്ന് നമ്മൾ ഇനി സംസാരിക്കാനുള്ളത് സി ന്യൂസ് ലൈവ് ദുബായിലെ CEO ലിസി ഫെർണാണ്ടസ് ആണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ, ഞങ്ങളെല്ലാം പ്രവാസ ജീവിതത്തിൻ്റെ ആൾക്കാരാണ്. മാധ്യമ സംസ്കാരത്തിന് അസത്യത്തിന് വലിയ ആഘോഷം നടത്തുന്ന സമയത്ത് സത്യത്തിൻ്റെ വാർത്തകൾ എത്തിക്കണം, അത് വലിയ പരസ്യമൊന്നുമില്ലാതെ അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവാസികളായ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പല 100-ൽ പരം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ചാനലാണ് സി ന്യൂസ് ലൈവ്. അതിന് പരസ്യമില്ലാത്തതുകൊണ്ടും അതിനെ വലിയധികം പണമിടപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ അത് അതിൻ്റേതായ ഒരു ഭാഷയിൽ നെഗറ്റീവ് വലിയ വാർത്തകളെക്കാൾ ഉപരി നാട്ടിൽ നടക്കുന്നതോ അല്ലെ പ്രവാസ ജീവിതത്തിൽ നടക്കുന്നതോ നല്ല കാര്യങ്ങളെ ലോകത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചാനലാണ്. അതിൻ്റെ തുടക്കം മുതൽ നമ്മുടെ എല്ലാം സ്വന്തമായ പ്രവീൺ സാർ അതിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെയും ഇതുപോലെ ഒരു വേദിയിൽ വിളിച്ചത്. ആദ്യം തന്നെ അതിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞങ്ങളെന്നും ഈ വൈകിട്ട് എങ്ങനെയാണേലും വാർത്ത കേൾക്കാനിരിക്കും. അപ്പോൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന മുഖങ്ങളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. ഒത്തിരി സന്തോഷമുണ്ട് അവരുടെ ഒപ്പം ഈ വേദിയിലായിരിക്കുന്നതിലും എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഓരോ പോയിന്റുകളെയും നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന രീതിയിലേക്കാണ്. അതിനൊരു പക്ഷെ തടയിടാവുന്ന രീതിയിലുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ സംവിധാനങ്ങളോ പണമിടപാടുകളോ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ സാലറി കൊടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ വരെ. ഇപ്പം ഇവരെല്ലാം പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം, വനിതാ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞങ്ങൾ ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം അന്തസ്സായിട്ട് ചെയ്യും, അതിന് ഞങ്ങളെ കൂച്ചുവിലങ്ങിടാനൊന്നും ആരെയും സമ്മതിപ്പിക്കില്ല എന്ന് പറഞ്ഞത് വളരെ അഭിമാനമാണ്. കാരണം ജേർണലിസം പഠിക്കാൻ പോയപ്പം ഇവരെല്ലാവരും നന്നായിട്ട് പഠിച്ചവരാണ് ജേർണലിസ്റ്റ്, ഒരു സംശയമില്ലല്ലോ, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. അപ്പോൾ പഠിക്കാൻ പോയ സമയത്ത് ഒരു ധീരതയോടെ ഈ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചിട്ട് കാണും ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും, ഞങ്ങളുടെ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി. ഇതൊരു തൂണ് തന്നെയാണ്. ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ആണേലും വ്യക്തികളെ ആണേലും സംവിധാനങ്ങളെ ആണേലും ബിസിനസ്സിനെ ആണേലും ഭരണത്തെ ആണേലും ഒക്കെ നിലനിർത്താനും അടിച്ചമർത്താനും ഒക്കെ നന്നായിട്ട് സത്യസന്ധമായിട്ട് മാധ്യമം ഒന്നിച്ചിറങ്ങിയാൽ നടക്കുന്ന സംവിധാനമാണെന്ന് നമുക്ക് 100 കൂട്ടം തെളിവുകളുണ്ട്. നടക്കാത്ത കാര്യമല്ല ഇത്. ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ തൂണ് തന്നെയാണ്. അവിടെ ശക്തമായി ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അത് ഇന്നും പിന്തുടരാൻ പറ്റുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും തന്നെ. അതിലത് അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനും പെട്ടെന്ന് നിർത്തും, സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതോ ഒക്കെ അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടായതാണ്. ജേർണലിസം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ മൂല്യതയൊന്നും വലിയധികം മനസ്സിലാക്കാതെ ലാഭങ്ങൾക്ക് വേണ്ടിയോ പേരുണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ റീച്ച് കിട്ടണമെന്നൊക്കെ ഓർത്തിട്ട് ചെയ്യുന്ന ചില റീൽസിൻ്റെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹെഡിങ്ങിൻ്റെയോ പുറകെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോകേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കാരണം അവർക്ക് ഭയങ്കര സ്വാധീനമുണ്ട്, അതിന് പല ലക്ഷ്യവും കാണും. എന്നാൽ നല്ല ജേർണലിസം പഠിച്ച് രാജ്യത്തിന് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നാടിന് വേണ്ടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നെഗറ്റീവ് ഹെഡിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന ലാഭങ്ങളോ ജേർണലിസത്തിൻ്റെ ഒരു അടിസ്ഥാനം പോലും അറിയാൻ മേലാത്ത ഹെഡിങ്ങിലൊന്നും പോകാതിരിക്കട്ടെ. നല്ല മാധ്യമപ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാം നമ്മുടെ നാടിനും എന്നൊക്കെ മാത്രം ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ വലിയ സംവിധാനത്തിൻ്റെ അകത്ത് നമ്മളെ ഉൾപ്പെടുത്തിയതിനെ നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ മാധ്യമം ഒരു ക്വാളിറ്റിയോടെ ഇന്ന് വരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ കാരണം അർപ്പണബോധമുള്ള കുറച്ച് മനുഷ്യരാണ്. അപ്പോൾ അതിനെ നന്ദിയോടെ ഓർത്തുകൊണ്ടൊക്കെ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി ലിസി ഫെർണാണ്ടസ്. നമസ്കാരം.